ഇന്നും നമ്മൾ കണ്ണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കണ്ണിന്റെ പവറിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കണ്ണിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി കണ്ണിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോകാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് എന്ന ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇത് എഴുതരുത് ഇങ്ങനെ താഴെ. എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പവർ ഓഫ് ലെൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പഠിപ്പിച്ച കുട്ടി എക്സാമിന് എഴുതാണോ? അതന്നെ. കാരണം പവർ ഓഫ് ലെൻസിന്റെ താഴെ നോക്കി എന്താ വന്ന് കിടക്കുന്നത്? വെൻ എ പേഴ്സൺ സഫറിങ്, അവർ അങ്ങനെയല്ലേ തുടങ്ങുന്നത്. അപ്പൊ അവര് തെറ്റിദ്ധരിക്കുകയാണ്. വെൻ എ പേഴ്സൺ സഫറിങ് ഫ്രം ദിസ് വെൻ എ പേഴ്സൺ എന്നുള്ളതൊക്കെ അവിടെ മാറ്റിയിട്ട് ഐ സഫറിങ് സഫേർഡ് the problem on the vision met a doctor. He wrote in his prescriptions that plus എത്രയാണ് പോസിറ്റീവ് 1.5 diopter, നെഗറ്റീവ് 2 diopter, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത്. വാട്ട് ഹാസ് ദിസ് ഡോക്ടർ ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് പ്രിസ്ക്രിപ്ഷൻ? അവിടെ കൊമയാണുള്ളത്, ഉത്തല്ല. രണ്ടും വേറെ വേറെ കൊമയാണ്. എന്താ പ്രസന്റ് ചെയ്തതിന്റെ അകത്ത് ചെയ്തത് ഞാൻ കണ്ടത് പെട്ടെന്ന് ഞാൻ പോയിന്റ് ആന്ന് കണ്ടിട്ട് ഞാൻ അവിടെ ആ സെന്റൻസ് കഴിഞ്ഞു വന്ന്. ഇല്ല, എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചെന്നുള്ളതാണ്. കൊച്ചിയിലുള്ള ആദിലിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ്. പുള്ളിക്ക് എന്താ പറയാ, അതിന് ആ പ്രിസ്ക്രിപ്ഷനകത്ത് ഇപ്പൊ എത്രയാ ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോ എന്താ പറഞ്ഞ ഇത് രണ്ട്, അതായത് ഇപ്പൊ രണ്ട് ഗ്ലാസ്സുകളുടെ ആവാം. ചിലത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, പിന്നെ ചിലത് രണ്ട് പവറുള്ള സംഭവങ്ങളൊക്കെ വരാം. അപ്പോ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡയോപ്റ്റർ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? പവറിന്റെ യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ്. അതേപോലെ തന്നെ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് 1/4 ഫോക്കൽ ലെങ്ത്. 1/4 ഫോക്കൽ ലെങ്ത്. ഓക്കെ, അഥവാ 1/4 ഇപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വലിയൊരു സർക്കിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോക്കൽ ലെങ്ത് 2 മീറ്റർ ആണെങ്കിൽ പവർ അപ്പൊ 1/2 0.5 എന്ന് വരും. 0.5 ഡയോപ്റ്റർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് പവർ കണ്ടുപിടിക്കുക. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ പ്ലസ് ആണെങ്കിൽ, പ്ലസ് പവർ ആണെങ്കിൽ അതിനർത്ഥം ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുന്നു. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ലെൻസ് ആയിരിക്കും? എന്ത് ടൈപ്പ് ഓഫ് ലെൻസ് ആയിരിക്കും? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ്? പറയ്. കോൺവെക്സ്. 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 ഓക്കെ, ബട്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആവുന്നത് കോൺകേവ്. ഓക്കെ, ഇനി നമ്മൾക്ക് സാധാരണ കോൺകേവ് ആണ് സാധാരണ യൂസ് ചെയ്യും. ഇനി അതാണ്. ഇനി അടുത്തത് പ്രസ്മയോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വയസ്സാവുന്ന സമയത്ത് ഇവരുടെ മസിൽസ് ഒക്കെ വീക്ക് ആവും. അതായത് കണ്ണിന്റെ മസിൽസ് ഒക്കെ വീക്ക് ആവും. അപ്പോ കണ്ണ് എന്താവും? കണ്ണിനൊരു എബിലിറ്റി ഉണ്ട്. അതായത് എന്താ എബിലിറ്റി? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എബിലിറ്റി ഉണ്ട്. ചുരുങ്ങാനും ആ മസിൽസ് വലിയ, അതന്നെ. അതെ അതെ, മസിൽസ് ഇങ്ങനെ മുകളിലേക്ക് പോവും, താഴേക്ക് വരും. അങ്ങനെ ഈ മസിൽസ് അല്ല, അതായത് കണ്ണിനകത്തുള്ള സിലറി മസിൽസ്. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും, ദൂരമുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ടെൻഡൻസി പോകുന്ന സമയത്ത് കണ്ണിന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖമാണ് പ്രസ്മയോപ്പിയ. ഓക്കെ, ക്ലിയർ? എൽഡർ പീപ്പിൾ, അതായത് വയസ്സായ ആളുകളിൽ കണ്ണിനൊരു പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ശരി പോളെ, നിങ്ങൾ പോയി കൊയർ പാടി. നിങ്ങളുടെ കൊയർ നമുക്ക് കേൾക്കാനുള്ളതല്ലേ. ശരി.
ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ പ്രശ്നത്തെ കുറിച്ചാണ്. കണ്ണിന് ഇപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സൂം ചെയ്ത് നോക്കാനും ദൂരമുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സൂം ഔട്ട് ആയി നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതങ്ങ് പോയി കിട്ടുന്ന പരിപാടിയാണ് പ്രശ്നമയോ. മനസ്സിലായോ സ്റ്റെഫി? വോയിസ് ഒന്ന് പറഞ്ഞേ. ആ കേൾക്കാം. സ്റ്റെഫി ഇവിടെ ഉണ്ടായിട്ടും ഉണ്ടാതെ ഇരുന്നതാണോ എന്നൊരു സംശയം. ഓക്കെ. ഇനി ഐ ഡൊണേഷനെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ കണ്ണിന് ഇപ്പൊ ഈ കണ്ണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണ്ണ് 6 hours മരിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അത് കണ്ണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയ മാത്രമാണ് കേട്ടോ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോർണിയ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഡൊണേഷൻ ഓഫ് കോർണിയാണ് നടക്കാറ്. ഓക്കെ, അത് മാത്രം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 6 മണിക്കൂറിനുള്ളിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 6 മണിക്കൂറിനുള്ളിൽ ഡൊണേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ. ബാക്കി വായിച്ചു നോക്കും. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പുതിയ കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. എന്തോന്നാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്? ഇത് ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നു, എന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ. നോക്കിയേ, സൺലൈറ്റ് വരുന്നു. ഓക്കെ, സൺലൈറ്റ് വന്നു. അപ്പൊ ആ സമയത്ത് സൺലൈറ്റ് സ്വാഭാവികമായിട്ടും ഓക്കെ, സൺലൈറ്റ് വന്നു, വൈറ്റ് ലൈറ്റ് ആണ് വരും. പക്ഷെ ഇവിടെ ലൈറ്റ് ഇവിടെ എത്തുന്ന സമയത്തും വേറൊരു മീഡിയത്തിലേക്ക് ഇടിച്ചു കയറുന്ന സമയത്തും എല്ലാ ലൈറ്റിനും ഒരേ സ്പീഡിൽ പോകാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും വേവ് ലെങ്ത് വ്യത്യാസമാണ്. വയലറ്റ് പോകുന്ന പോലെ ആയിരിക്കത്തില്ല ആര് പോവാ? ഇൻഡിഗോ. ഇൻഡിഗോ പോകുന്ന പോലെ ആയിരിക്കത്തില്ല ആര് പോവാ? ബ്ലൂ പോവാ. ഓക്കെ, അതുപോലെ ആയിരിക്കത്തില്ല യെല്ലോ. ഓക്കെ, അല്ല ഗ്രീൻ. ഓക്കെ സാർ, റെഡിന്റെ എന്തോ പ്രത്യേകം ഉണ്ടായിട്ടില്ല, വേവ് ലെങ്ത് കുറഞ്ഞതോ കൂടിയതോ? റെഡിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടുതൽ. ഓക്കെ, മനസ്സിലായോ? ഏറ്റവും കുറവ്? ഏറ്റവും കുറവ് വയലറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എങ്ങനെയാണ് പോകുന്നതിനെ കുറിച്ച്. അപ്പൊ ഇത് ഒരു ക്ലാസിന്റെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബാക്ക് ബെഞ്ച് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ വയലറ്റ് എങ്ങനെ പോവാന്നുള്ളതിനെ കുറിച്ച്. വയലറ്റ് ശരിക്കും ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര കള്ളു പിടിച്ച് വന്ന് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. വയലറ്റിന് ഇങ്ങനെ 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 നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വയലറ്റിന് നേരെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ വയലറ്റ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റും നൈസായിട്ട് പതുക്കെ ഇങ്ങനെ നോക്കും. അങ്ങോട്ട് ഇത് ഇൻഡിഗോ ആണ്, പർപ്പിൾ ആണ്, ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ. ഓക്കെ, തൽക്കാലം നമുക്ക് ഡാർക്ക് ബ്ലൂ വെച്ച് കളിക്കാം. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ശരിക്കും കള്ളുപിടിച്ച പോലെ ഇങ്ങനെ 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 പോയി 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 ലാസ്റ്റ് ഇവിടെ എത്തും. അവന്റെ എനർജി മൊത്തം പോകും. അപ്പൊ അവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ 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 വളഞ്ഞു 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 വളഞ്ഞിട്ടാ വരാം. പക്ഷെ റെഡ് അങ്ങനെയല്ല. റെഡ് ഡീസന്റ് ആണ്. മനസ്സിലായോ? റെഡ് എങ്ങനെ? അപ്പൊ റെഡിന് ഇതിൽ ആരാ കൂടുതൽ ദൂരം പോയത്, സഞ്ചരിച്ചത്? വയലറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും വയലറ്റ് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു 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 വളഞ്ഞ് അവന്റെ എനർജി മൊത്തം നഷ്ടപ്പെട്ടു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വയലറ്റ് ശരിക്കും വെള്ളമടിച്ച പോലെയാണ് വരുന്നത്. അപ്പൊ ഇവന്റെ ഇതിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്താ പറയാ, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് ഇതാണ്. റെഡിന്റെ വേവ് ലെങ്ത് നോക്കിയാൽ ഇതാണ്.
ഇതുവരെ വരും. ഒരു തവണ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണതിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേവ് ലെങ്ത്തിനെ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ നോക്കിയേ, ഇതിന്റെ ലെങ്ത് കണ്ടോ, നോക്കിയേ, ഇതാണ് വ്യത്യാസം. നോക്കി, ഇത്രയും വേവ് ലെങ്ത് ആണ് റെഡിനും വയലറ്റിനും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത്, ശരിക്കും കള്ളു കുടിച്ച ഒരാൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരുന്ന സമയത്ത് അയാളുടെ എനർജി മൊത്തം നഷ്ടപ്പെടുക. മര്യാദയ്ക്ക് പോകുന്ന സമയത്ത് വളവും തിരിവൊന്നും ഇല്ല, അങ്ങനെ പോവാണ്. സോ ലൈക്ക് ദിസ് വയലറ്റും റെഡും വരും. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ എണീറ്റ് സണ്ണിനെ പോയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സണ്ണിനെ റെഡായി കാണുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം എന്താ വെച്ചാൽ, സണ്ണിൽ നിന്ന് അവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണുന്നത്? നമുക്ക് കാണുന്നത് മൊത്തം ഇപ്പോ റെഡ് കളർ ആയിട്ടായിരിക്കും സണ്ണിനെ കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് രാവിലെ പുറപ്പെട്ട വയലറ്റ് ഇവിടെ എത്തില്ല, വളഞ്ഞു തിരിഞ്ഞാ വരും. ഒരുപാട് സമയം എടുക്കും അല്ലേ? പക്ഷെ റെഡോ പെട്ടെന്ന് എത്തും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, രാവിലെ എണീക്കുന്ന സമയത്ത് എന്താ പറയാ, ഫുള്ള് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റിൽ തടഞ്ഞ് വയലറ്റ് സ്കാറ്റേർഡ് ആയി. പക്ഷെ റെഡും കിടക്കും. ഇതുപോലെയാണ് ഓടുന്ന സമയത്ത്. ഇത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുക. പ്രിസം വെച്ചു കൊടുക്കുമ്പോ ഈ പ്രിസത്തിനകത്തേക്ക് ഇത് ഇടിച്ചു കയറുമ്പോ ഏറ്റവും സ്പീഡിൽ ഇടിച്ചു കയറുന്ന ആളാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന ആളാണ് റെഡ്. കാരണം റെഡ് കാല് വെച്ച് ഓടുന്നത് എങ്ങനെയാണ്? ലെങ്തി ഫുട്ടാ വെച്ച് ഓടുന്നത്. മനസ്സിലായോ? കാരണം അതെ, നല്ല നീളമുണ്ട്. അപ്പോ റെഡ് ഉസൈൻ ബോൾട്ടിനെ പോലെ ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓറഞ്ച് തൊട്ട് പുറകിലുണ്ടാവും, തൊട്ട് പുറകിൽ ആരുണ്ടാവും? എല്ലാം ഉണ്ടാവും, തൊട്ട് പുറകിൽ റെഡ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും കളർ. ഇനി വേറൊരു കാര്യം കൂടി, അതായത് ഓൾറെഡി വയലറ്റ് കള്ളുപിടിച്ച പോലെ വരുന്നു. അപ്പൊ വയലറ്റ് ഇങ്ങനെ കള്ളുപിടിച്ച പോലെ ഇങ്ങനെ വന്നിട്ട് വല്ലവരുടെ മേലെ മുട്ടിക്കഴിഞ്ഞാൽ വയലറ്റ് ആകെ കൂടുതൽ ബെൻഡായി പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ലൈറ്റ് റേ ഇവിടെ വന്നു, വയലറ്റിന് മാത്രം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ഡിസ്പേഴ്സ് ആവുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെൻഡായി പോകുന്നവനാണ്. ബെൻഡായി പോവാന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ വന്നു. ശരിക്കും ലൈറ്റ് റേ എങ്ങനെ പോകേണ്ടതാ? ഇങ്ങനെ പോകേണ്ടത് അല്ല, ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ ബെൻഡായിട്ട് മൊത്തം ഇങ്ങനെ പോയി, താഴേക്ക് പോയി. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? നോക്കിയേ, ലൈറ്റ് റേ ശരിക്കും ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല, ബെൻഡായി ഒടിഞ്ഞിങ്ങനെ പോയി. പക്ഷെ ഒടിവ് നോക്കിയേ, ഏറ്റവും ഒടിവ് ആർക്കാ ഉള്ളത് ഇവിടെ? റെഡിനാണോ വയലറ്റിനാണോ? ശരിക്കും ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ആയിരുന്നു, പക്ഷെ ഇതിൽ ഏറ്റവും ഒടിവ് ആർക്കാ ഉള്ളത്? ഏറ്റവും വലിയ ഒടിയൻ ഏറ്റവും വലിയ ഒടിയൻ വയലറ്റ് ആണ്. കാരണം വയലറ്റ് നോക്കിയ വയലറ്റ് ഇതാണ്ടോ, ഒടിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി, കണ്ടോ? റെഡ് ഇതാ ഇവിടെ മുകളിൽ. കാരണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സിമ്പിൾ. അല്ല, വെള്ളം ഒടിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലവിടെ ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ബെൻഡ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അവനായിരിക്കും, അവൻ കൂടുതൽ ഡീവിയേറ്റ് ആയിരിക്കും. മര്യാദയ്ക്ക് പോകുന്നവനൊന്നും ഇടിച്ചു കഴിയുമ്പോഴും പിന്നെ ജസ്റ്റ് ഒരു കൺട്രോൾ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കള്ളുപിടിച്ച് വണ്ടി ഓട്ടിക്കരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മള് റെഡി ബാലൻസ് ഇല്ലാണ്ടിരിക്കരുത്, ഇടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ മൊത്തം കൺട്രോളും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റ് ആണെന്നും ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡ് ആണ് എന്നും. ഇതിനിടയിൽ ഇങ്ങനെ ഓർഡറിലാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഓർഡർ പഠിച്ചു വെക്കണം. വിബ്ജിയോർ എന്ന് പഠിച്ചു വെക്കണം. വിബ്ജിയോർ. ഓക്കെ,
വിബ്ജിയോർ. ഇത് വിക്യസ് ക്ലാസിന്റെ അകത്ത് ചാനൽ മാറ്റുമ്പം അതിന്റെ അടിയിൽ ഓരോ പേരാ ഉണ്ടാവുക, അതിന്റെ അകത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ ഓക്കെ, വിബ്ജിയോർ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ വിബ്ജിയോർ എന്ന ഓർഡറിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, നോട്ട് ഇറ്റ്. ഇനി അടുത്തത് എന്താ പറഞ്ഞാൽ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. വൈറ്റ് ലൈറ്റ് ആണ് വരിക, അത് പ്രസത്തിന് അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഡീവിയേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റ് ആയിരിക്കും, ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ശരിക്കും ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വന്നിരിക്കുന്നത് വയലറ്റിനാണ്. വയലറ്റ് വളഞ്ഞു തിരിഞ്ഞാ പോകത്തുള്ളൂ. അതിന്റെ വേവ് ലെങ്ത് ഒന്നാമത് കുറവാണ്. ചെറിയ കുട്ടി നടക്കുന്ന പോലെ ആയിരിക്കും നടക്കുക, ഷോർട്ട് ആയിട്ട് നടക്കുക. സോ ബട്ട് റെഡ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് കൂടുതലാണ്, ബെൻഡിങ് കുറവാണ്, കൂടുതൽ ഡിസ്പേഴ്സ്ഡ് ആയി പോകുന്നതും വയലറ്റ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ലൈറ്റ് മോർ ദാൻ വൺ കളേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ്. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് ചോദിക്കും. കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ലൈറ്റ് that is composed of more than one color is known as composite light. Any light that is composed of more than one color, അതിനെയാണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേർഷൻ ഈസ് ദ ഫിനോമിന ഓർ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ദെയർ കോൺസ്റ്റിറ്റ്യൂന്റ് കളേഴ്സ്. ഓക്കെ, the regular array of the colors formed by the dispersion is the visible spectrum. പക്ഷെ ആദ്യം ഇത് സയൻസ് എന്നുള്ളത് പഠിക്കുമ്പം മെയിൻ ഡിഫറെന്റ് കളേഴ്സിനെ വൈറ്റ് ലൈറ്റ് ആക്കുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ചെയ്തിട്ടാണ് വൈറ്റ് ലൈറ്റ് ആവുന്നത്. ഇതിന്റെ തന്നെ നമ്മള് അന്നേരം നമ്മുടെ യു പി സ്കൂളിൽ നടന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ടൂറ് പോയി, ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊട്ടിപ്പുറത്താണ് സ്കൂൾ ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ കുറെ എക്സ്പെരിമെന്റ്സ് എല്ലാം കാണിച്ചു തരും. കുറെ ആണിനെ നമ്മൾക്ക് ഇരിക്കുന്നത്, ബൾബ് സീരീസിൽ വെച്ചിട്ട് ബൾബ് കത്തിക്കുന്നത്, അങ്ങനെ നേരം നമ്മൾ ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് ഉണ്ടാവുക. ഇപ്പം ഫസ്റ്റ് നമ്മള് തേർഡ് ആയിട്ട് സയൻസ് പോയത് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റിന്റെ സ്ഥലത്താണ്. അത് നമ്മള് കാണുക, ഒബ്സർവേഷൻ എഴുതുക, പറയുക, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അത് ഫസ്റ്റ് ചെയ്തത് മനസ്സിലായി. അപ്പോഴാണ് ഇതിനകത്തേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോ പ്രിസത്തിനകത്ത് കൂടെ ലൈറ്റ് പോകുന്ന സമയത്ത് ലൈറ്റ് എന്താവും? പ്രിസമല്ല, പിന്നെന്താ? 3 കളറ്. അന്ന് നമ്മൾ മെയിൻ ആയിട്ട് റെഡും ബ്ലൂവും ഗ്രീനും ഈ 3 കളറിലെ ലേസേഴ്സ് എടുത്തിട്ട് ഒരു പോയിന്റിൽ കൊണ്ടുവരും. അപ്പൊ അവിടെ വൈറ്റ് ലൈറ്റ്. അത് ശരിയാണ്. എന്താ സംഭവം വെച്ചാൽ റെഡും ബ്ലൂവും റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇത് 3 ലൈറ്റും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക? പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് ആണ്. അതായത് ലൈറ്റിന്റെ 3 പ്രൈമറി കളർ എന്ന് പറയുന്നത് ഇത് 3 ഇത് ചേർന്നിട്ടാണ് ഡിഫറെന്റ് വേറെ കളറുകളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇത് അപ്പം നമ്മുടെ LED ഉണ്ടാക്കത്തില്ല, LED ഉണ്ടാക്കുന്നത് ഈ 3 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ LED ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തുന്നത് ഈ 3 കളർ റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നിട്ടാണ്. പക്ഷെ നമുക്കിവിടെ 7 കളർ വരുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ശരിക്കും 7 കളറാണ്. അതായത് വിസിബിൾ സ്പെക്ട്രം, അതിനെയാണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മൾ കാണിച്ചു തന്നില്ല, ഇതാണ് ഈ സാധനമാണ് വിസിബിൾ സ്പെക്ട്രം. മനസ്സിലായോ? വിസിബിൾ സ്പെക്ട്രം അതായത് റെഡ്, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ദിസ് ഈസ് നോൺ ആസ് വിസിബിൾ സ്പെക്ട്രം. അപ്പം അതായത് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിന എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് ദിസ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ദെയർ കോൺസ്റ്റിറ്റ്യൂന്റ് കളേഴ്സ്. അവരുടെ 7 കളർ.
ആ റെഗുലർ അറേ ഓഫ് ദിസ് കളേഴ്സ് ഓഫ് ദിസ് ഫോളോഡ് ബൈ ദിസ് ഡിസ്പേർഷൻ ഈസ്, അതായത് ദിസ് റെഗുലർ അറേ ഓഫ് ദിസ് കളേഴ്സ് ഫോളോഡ് ബൈ ഡിസ്പേർഷൻ ഈസ്, അതാണ് വിസിബിൾ സ്പെക്ട്രം. അത്രേ ഉള്ളൂ. ഇനി ചോദ്യങ്ങൾ നോക്കിക്കോ. വിച്ച് കളർ ഡീവിയേറ്റ്സ് മോർ ഡ്യൂ ടു ഡിസ്പേർഷൻ? ഏത് കളറാണ് പറയൂ? വയലറ്റ്. വയലറ്റ്. വിച്ച് കളർ ഡീവിയേറ്റ്സ് ലീസ്റ്റ്? ഏറ്റവും കുറവ് ആരാണ്? റെഡ്. റെഡ്. What may be the reason behind this differences in deviation? എന്തായിരിക്കും കാരണം? What's the reason behind this differences in deviation? വേവ് ലെങ്തിലെ വ്യത്യാസം. അതെ, വേവ് ലെങ്തിലെ വ്യത്യാസം. വേവ് ലെങ്തിലെ വ്യത്യാസം. The reason behind this is differences in this wavelength. Which color has the shortest wavelength? Red. Shortest. കുറവ്. നോക്കി, ഇതാണ് ഞാൻ കാണിച്ചു തന്നത്. കണ്ടോ? ഇതാണ് റെഡ്. ഞാൻ പെട്ടെന്ന് മനസ്സിലായത് സ്പീഡ് വേഗം പോകുന്നില്ലേ, വേഗം എൻഡിലെത്തുന്നില്ലേ, അതാണ്. ഇതാണ് വേവ് ലെങ്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വേവ് ലെങ്ത്. റെഡിന്റെ വേവ് ലെങ്ത് ഇതാ. So shortest wavelength is violet. Which one has this longest wavelength? Red. സാർ, അപ്പം ഈ വേവ് ലെങ്ത് സ്ട്രിങ് ആയിട്ട് കരുതിയാല് അത് രണ്ടും നീട്ടിപ്പിടിച്ചാല് സെയിം ലെങ്ത് ആയിരിക്കുമോ? വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് അറിയോ? ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഒരു തവണ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാവുന്ന ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ, അതായത് ജസ്റ്റ് ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു ലെങ്തിനെയാണ് വേവ് ലെങ്ത്. മനസ്സിലായി? അപ്പം ഒന്നാകാനെയും ഇപ്പം വയലറ്റിലെ പോലത്തതും വയലറ്റ് റെഡും എടുത്ത് എക്സാമ്പിൾ വെച്ചിട്ട് രണ്ട് സ്ട്രിങ് എടുത്തു. അപ്പം അത് ഇതിന്റെ വേവ് ലെങ്ത് വെച്ച് നോക്കി, അപ്പം അതിനെ നീട്ടി വെച്ച് പിടിച്ചാല് രണ്ടും ഒരേ ലെങ്ത് ആയിരിക്കും? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. അതാ ചോദിച്ചേ. വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. When the light rays passes through the prism, as the wavelength increases, how does this deviation changes? Inversely proportional decrease ആവും. അതാണ്. വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും. മനസ്സിലായോ? വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും. അത്രേ. നമ്മള് ഇപ്പം എന്താ പറയാ, ഓടുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ഫുട്ട് വെച്ച് ഭയങ്കര സ്പീഡിൽ ഓടുന്ന സമയത്ത് നമുക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. നമ്മൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? പലവിടെയൊക്കെ ഇടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും. അത് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. വേവ് ലെങ്ത് കൂടിയാൽ വേവ് ലെങ്ത് ഇൻക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വേവ് ലെങ്ത് ഇൻക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. ഇതാണ് നമ്മള് മെയിൻലി. അപ്പൊ നോക്കിയതാണ്ടോ, വയലറ്റിന്റെ ഒക്കെ വേവ് ലെങ്ത് നോക്കിയ 400 to 440 റേഞ്ച് കണ്ടോ? അതേപോലെ ഇപ്പൊ നോക്കിയ റെഡിന്റെ ഒക്കെ വേവ് ലെങ്ത് കണ്ടോ? കൂടുതൽ. നാനോമീറ്റർ കേട്ടോ, വളരെ ചെറിയ സാധനമാണ് ഈ നാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാം. അപ്പൊ ഡീവിയേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്ക്രീൻ ഒന്ന് നോക്കുവോ? നേരത്തെ പേജ് ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ലൈറ്റ് മുതലുള്ള ഓഫ് ഇതുവരെയുള്ളത് ക്ലിയർ അല്ല, ലൈറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് പാർട്ട് ലൈറ്റ് അണ്ടർ കോസ് എന്നുള്ളത്. സാർ, ലാസ്റ്റ് പാർട്ട്, ആ പേജ്, ഇപ്പൊ ഉള്ള പേജ് ലാസ്റ്റ് പാർട്ട്, അത് ലൈറ്റ് അണ്ടർ കോസ് എന്നുള്ളത്. ടേബിളിന്റെ ഓറഞ്ചിന്റെ ഇപ്പോഴത്തുള്ള സെന്റൻസ് അല്ല? ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ when it enters the prism obliquely, അതായത് ചെരിഞ്ഞിട്ട് ലൈറ്റ് വന്ന് വീഴുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിസത്തിനകത്ത് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷനിൽ നടക്കും, റിഫ്രാക്റ്റീവ്. അപ്പൊ ഡീവിയേഷൻ നടക്കും. അപ്പൊ ഡീവിയേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒറ്റ കാര്യമുള്ളൂ, ഡീവിയേഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്.
Deviation which depends on wavelength. wavelength. Okay. Therefore, waves undergo deviation, different angles, and get separated. This is the reason for this dispersion. Therefore, waves undergo deviations at different angles and get separated. This is the reason for the deviation. This is the reason എന്ന് പറയുമ്പോൾ differences in the wave, അതായത് വേവ് ലെങ്ത്, അതാണ് ഡീവിയേഷന് കാരണമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീവിയേഷനും ഡിസ്പേർഷനും മറ്റു കാര്യങ്ങളും. ഇനി റെയിൻബോയുടെ ഫോർമേഷനും റീകോമ്പിനേഷൻ ഓഫ് എ ലൈറ്റും പറയാനുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കാം. ഡീവിയേഷൻ, പവർ ഓഫ് ലെൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് എന്താണ് പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു. അതായത് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 1/4 ഫോക്കൽ ലെങ്ത് ആണ്. പവർ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് അർത്ഥം. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി മറ്റേത് കോൺകേവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രസ്മയോപ്പിയ എന്താണെന്ന് പറഞ്ഞു. പ്രസ്മയോപ്പിയ വയസ്സാകുന്ന ആളുകൾക്ക് കണ്ണിലെ മസിൽസ് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു ശേഷി നഷ്ടപ്പെടുന്നതിനെയാണ് പ്രസ്മയോപ്പിയ എന്ന് പറഞ്ഞു. കണ്ണ് ദാനം ചെയ്യുന്ന സമയത്ത് കോർണിയയാണ് ദാനം ചെയ്യുക. 6 മണിക്കൂറിനകത്ത് കൊടുക്കും. മരിച്ചവരിൽ നിന്നും എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം നടക്കാനുള്ള പ്രധാന കാരണം ഡിസ്പേർഷൻ നടക്കുന്നതിന്, അതായത് ഇവിടെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ്. അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പേർഷൻ എന്താണ്? ഡിസ്പേർഷൻ എന്ന് ചോദിക്കും. ഡിസ്പേർഷൻ ഈസ് ദ ഫിനോമിന ഓഫ് ദി സ്പ്ലിറ്റിംഗ് ഓഫ് ദിസ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയി മാറുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. ഇതിന് കാരണം എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന്റെ ഡിഫറൻസസ് ആണ്. ബാക്കി ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറയും. ഇനി റെയിൻബോനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് നാളെ നടത്താം. ഇന്ന് നിങ്ങൾ ഡിസ്പേർഷൻ പഠിച്ചു വെക്കുക. ഡിസ്പേർഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് റെയിൻബോ. അപ്പൊ ഡിസ്പേർഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം റെയിൻബോനെ കുറിച്ച് നമുക്ക് പഠിക്കാം. റെയിൻബോ ഉണ്ടാവാനുള്ള കാരണം ഡിസ്പേർഷൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അപ്പോൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിന്റെ താഴെ വരുന്ന ഒരു സാധനമാണ് റെയിൻബോ. അപ്പോൾ അത് നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യം നോട്ട് ചെയ്ത് വെക്കാം. വി ജസ്റ്റ് ഡീൽസ് വിത്ത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ അല്ലേ? Okay, answer.